മുഴുവൻ നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ രാജ്യവ്യാപകമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വിശ്വാസ്യത തകരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇവിടെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. ഒരാഴ്ചക്കാലം മുമ്പ് നീറ്റ് പരീക്ഷയിൽ വലിയ രീതിയിലേക്കുള്ള ക്രമക്കേടുകൾ, അത് സെന്റർ അലോട്ട് ചെയ്ത വിഷയത്തിലായിക്കൊള്ളട്ടെ, പരീക്ഷ നടത്തിപ്പിന്റെ സമയക്രമം ഉൾപ്പെടെയുള്ള വിഷയങ്ങളായിക്കോട്ടെ, അഡീഷണൽ മാർക്ക് നൽകിയ വിഷയമായിക്കൊള്ളട്ടെ, റാങ്ക് ഉൾപ്പെടെ പ്രഖ്യാപിച്ച വിഷയങ്ങളിലായിക്കോട്ടെ, ഏകദേശം 60ഓളം വിദ്യാർത്ഥികൾക്ക് 1ാം റാങ്ക് വരുന്നു എന്ന് പറയുമ്പോൾ വലിയ ക്രമക്കേടുകളാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നത്. അതിന്റെ ചൂടാറുന്നതിന് മുൻപ് ഇന്നലെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന നെറ്റ് പരീക്ഷ റദ്ദാക്കുന്ന ഒരു നടപടി കൂടി ഇവിടെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഭാഗത്തു നിന്ന് വന്നു. നമുക്കറിയാം, കേന്ദ്ര സർക്കാർ അധികാരത്തിലേറി 2 ആഴ്ച പോലും പിന്നിടുന്നതിന് മുൻപ് വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന തരത്തിൽ വലിയ ഒരു അഴിമതി ഈ രാജ്യത്ത് നടന്നിരിക്കുകയാണ്. അതിൽ ഒരക്ഷരം മിണ്ടാൻ ഇവിടുത്തെ പ്രധാനമന്ത്രിക്കോ ബന്ധപ്പെട്ട അധികാരികൾക്കോ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ, എല്ലാ കാലഘട്ടത്തിലും കഴിഞ്ഞ 10 വർഷക്കാലം അധികാരത്തിലിരുന്ന നരേന്ദ്രമോദിയുടെ സർക്കാർ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരണത്തിന് ഇരയാക്കിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ട് നമ്മുടെ പാഠപുസ്തകത്തിൽ നിന്നും ഗാന്ധിയെയും നെഹ്റുവിനെയും ഉൾപ്പെടെയുള്ള ആളുകളെ തേച്ചു മായ്ച്ചു കളയുന്നതെല്ലാം നമ്മൾ കണ്ടു. കഴിഞ്ഞ ദിവസം നടന്ന നെറ്റ് പരീക്ഷയിൽ, പൊളിറ്റിക്കൽ സയൻസിന്റെ പരീക്ഷയിൽ അവിടെ ഗാന്ധിക്കും അല്ലെങ്കിൽ അതേപോലെ തന്നെ നെഹ്റുവിനും എല്ലാം പകരം വാജ്പേയിയും സവർക്കറും ഉൾപ്പെടെ ആളുകളെ തിരികെ കയറ്റി വെച്ചിട്ടുള്ള ചോദ്യങ്ങളെല്ലാം വന്നതെല്ലാം നമ്മൾ കണ്ടു. അങ്ങനെ വലിയ രീതിയിൽ വിദ്യാഭ്യാസ മേഖലയെ തകർത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ രാജ്യവ്യാപകമായി നാഷണൽ സ്റ്റുഡൻസ് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭ പരിപാടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. സംസ്ഥാന വ്യാപകമായിട്ടുള്ള യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ ഇന്ന് വലിയ സമരങ്ങളുമായിട്ട് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്കും ഓഫീസുകളിലേക്കും മാർച്ചുകൾ ഉൾപ്പെടെ നടത്തിക്കടന്നു വരികയാണ്. 24-ാം തീയതി NHA ദേശീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാർലമെന്റ് വളയുന്നത് തരത്തിലേക്കുള്ള വലിയ പ്രക്ഷോഭ പരിപാടികൾ നടത്തുകയാണ്. അങ്ങനെ വിദ്യാഭ്യാസ മേഖലയെ കേന്ദ്ര സർക്കാർ തകർത്ത് മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം രാജ്യവ്യാപകമായി അലയടിക്കുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇന്നിവിടെ ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കുന്നതിന് വേണ്ടി കടന്നു വന്നിരിക്കുന്ന ഏറെ പ്രിയങ്കരനായ KSUവിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷനും NHA ദേശീയ കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റുമായ ഏറെ പ്രിയങ്കരനായ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല അവർകളെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതിനായി ക്ഷണിക്കുന്നു.